നമ്മൾ ശരിക്കും യുവാക്കളാണോ? നമ്മളിൽ പരമപൂജ്യ ഗുരുദേവന്റെ പോലെ യുവത്വം ഉണ്ടോ? ഗുരുദേവന്റെ 80 വയസ്സുവരെയുള്ള ജീവിതത്തിൽ അവസാനത്തെ 12 വർഷം ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ പ്രായാധിക്യം ബാധിച്ച് കണ്ടിട്ടേയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും യൗവനവും യുവത്വവും നിറഞ്ഞു നിന്നിരുന്നു. വസന്തകാലത്തെ പൂക്കളെപ്പോലെ പ്രസരിപ്പുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹം. എന്നും വസന്തമായിരുന്നു, വസന്തമയമായിരുന്നു ഗുരുദേവൻ. അങ്ങനെയുള്ള ഗുരുദേവന്റെ ശിഷ്യർ അവശരാവുകയോ രോഗികളാവുകയോ ചെയ്യുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും പ്രായാധിക്യം വന്നോ? ഒരു വയസ്സനാവാൻ, വയ്യാതാവാൻ നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളോട് തന്നെ പറയൂ, നമ്മുടെ ഉള്ളിൽ ഗുരുദേവന് തുല്യമായ യുവത്വവും യൗവനവും പ്രസരിപ്പും വരട്ടെ എന്ന്. വാർദ്ധക്യം എങ്ങനെ വന്നു? യൗവനം എന്തേ വന്നില്ല? പ്രതിബന്ധമെല്ലാം വന്നല്ലോ, ഗതിവേഗമെന്തേ വന്നില്ല? ഗുരുദേവൻ തൻ്റെ 70 വയസ്സിനിടയ്ക്ക് 3.5 വർഷത്തെ പ്രവാസ ജീവിതം അനുഷ്ഠിച്ചു. അതുകൊണ്ട് മിത്രങ്ങളെ, ഞാനും നിങ്ങളോട് പറയുന്നു, വാർദ്ധക്യം വരാൻ അനുവദിക്കരുത്. ഇനി വന്നാലോ, അപ്പോൾ മനസ്സിനോട് പറയണം, നമ്മൾ ഗുരുദേവന്റെ ശിഷ്യന്മാരാണ്, ഗുരുദേവന്റെ യൗവനം നമ്മളിൽ നിറയട്ടെ എന്ന്. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയുമെല്ലാം വസന്തമയമാക്കട്ടെ എന്ന്.